ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ നാട്ടിലേക്കൊരു വിരുന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി വരുമ്പോൾ ചെടികൾ എന്താ പറയുക, സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാവില്ലേ, ചെടി നന്നായിരിക്കുമോ അല്ലെങ്കിൽ ചെടികളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ. കണ്ടീഷൻ കുഴപ്പമില്ല. കണ്ടോ, ഇവിടെ ചെടികളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹാങ്ങിങ് വിങ്കയുടെ ഒരു കളറാണ് കേട്ടോ, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മ ഉള്ളത് കൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അമ്മ അവരെ വാടാനൊക്കെ അനുവദിക്കാതെ നിൽക്കും കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയോ, നമ്മുടെ കുഞ്ഞൻ മാവാണ് കേട്ടോ, നിറയെ പൂവിട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ പൂവിട്ട് വരുന്നുണ്ട്. നല്ല സന്തോഷമായി കേട്ടോ നമുക്ക്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂവിട്ടിട്ട്, അതിലൊക്കെ മാങ്ങതാണ്ടോ, കാണുന്നുണ്ടാവുമായിരിക്കില്ലേ? ഇതിലൊക്കെ മാങ്ങ ഇങ്ങനെ ഉണ്ടാവട്ടെ. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഇവിടെ ഇത്രയും ദിവസം റബ്ബറായതുകൊണ്ട് ഇത്രയും കാലം ഒരു ചക്കയോ അല്ലെങ്കിൽ മാങ്ങയൊന്നും ഉണ്ടാവില്ലായിരുന്നു, നമുക്ക് പറിക്കാനോ ആയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ മാവും തെങ്ങും എല്ലാം അച്ഛൻ നട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നിലും കായ് പിടിക്കില്ലായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ മാവ് വലിയുള്ള മാവൊക്കെ കായ്ച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവ് കായ്ച്ചപ്പോൾ ഇത് അതിനിടയിൽ നമ്മൾ ഈറോഡ് തന്നെ ഒരു നഴ്സറി പോയപ്പോൾ അവിടെ ഒരു 2-3 മാവ് ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടു. കുഞ്ഞ് ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ വെച്ചതിന് ശേഷം വലുതായതാണ്. അപ്പോൾ അങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മളത് വാങ്ങും. ആ വാങ്ങിയിട്ട് അതിൽ ഇപ്പോൾ പൂവിട്ടതാണ് കേട്ടോ. കണ്ടോ, ചെടികളൊക്കെ സൂപ്പറായി നിൽക്കുന്നുണ്ട്. അമ്മ വെള്ളമൊക്കെ ഒഴിച്ച് ആക്കണോണ്ട് ഇങ്ങനെ സൂപ്പറായി നിൽക്കുന്നുണ്ട്. നമ്മുടെ വെയിൽ കാലത്ത് എത്ര വെള്ളം ഒഴിച്ചാലും പൊതുവെ നമ്മുടെ പാലക്കാടാണല്ലേ, നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് ഈ ചെടികൾക്കൊക്കെ മേക്ക് ഓവർ ചെയ്യാനുണ്ടല്ലോ അല്ലേ. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ മുടിയൊക്കെ നഖമൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന പോലെ ഇവരെ ഈ കൊമ്പ് വെട്ടി ഇങ്ങനെ വൃത്തിയാക്കിയാലാണ് ഇവർ ഇനി നല്ല കരുത്തോടെ വരുള്ളൂ. ഒന്നാമത് ചൂടാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെട്ടാണ്ടിരുന്ന ഇതിൻ്റെ എനർജിയൊക്കെ അത് അതിൽ കളയും. കണ്ടോ, റോസാ ചെടികൾക്ക് മാത്രമല്ല, നമ്മുടെ ബൊഗൈൻവില്ലകളിലൊക്കെ ഇതേപോലെ പൂവ് നിറഞ്ഞ് കൊഴിയാറായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിവിടും. അതുകൊണ്ട് ഈ ചെടിയൊക്കെ കണ്ടോ, ഒരു മുരടിപ്പിലേക്ക് പോയിട്ട് നമുക്ക് വളമൊക്കെ ചെയ്തതാണ്, പക്ഷെ പിന്നെയും മുരടിപ്പിലോട്ട് ഇങ്ങനെ പോയേക്കുക. കണ്ടവർ ബൊഗൈൻവില്ലകളൊക്കെ നമ്മൾ അന്ന് നടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല സുന്ദരികളായിട്ട് വരുന്നുണ്ട്. പൂവിടാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ അതിൻ്റെ റെഡ് വെറൈറ്റിയാണ്. കറക്റ്റ് നമുക്ക് ഐഡിയ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏതാ വെറൈറ്റിയാണെന്ന് അറിയില്ല. കണ്ടോ, റൂബി റെഡ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ ഇലയിൽ കുറച്ചീശെ ചുവന്ന കളർ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ബൊഗൈൻവില്ലയുണ്ട്. നമ്മൾ ഫസ്റ്റൊക്കെ ബൊഗൈൻവില്ലകളെ കുറിച്ച് അറിയുമ്പോൾ എന്താ വിചാരിക്കുക, ബൊഗൈൻവില്ല എല്ലാത്തിനും ഒരേ കളർ ഇലയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റി കാണുമ്പോൾ അധികം ഈ റൂബി ചില്ലി വെറൈറ്റീസൊക്കെ ഒരേപോലെയാണ് കേട്ടോ. പക്ഷേ വേറെ വെറൈറ്റീസിന് ഓരോ വെറൈറ്റീസ്, ഇപ്പോൾ ബട്ടർ കപ്പിൻ്റെ ആയാലും നമ്മുടെ വാട്ടർ മെലൺ കിസിൻ്റെ ആയാലും ഒക്കെ ഇലകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ റോസ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ഇത് നോക്കിയാൽ തന്നെ ഈ റോസാപ്പക്കമ്പൊക്കെ കണ്ടോ, ഇത് ഫെയ്ഡായിട്ട് അതിൻ്റെ കളർ മൊത്തം പോയി. അപ്പോൾ നമ്മളെപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അമ്മ പ്രൂണിങ് ഒന്നും ചെയ്യാറില്ല, വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ട് കണ്ടോ, ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് കളറിൽ പൂക്കൾ തരും, നിറയെ പൂ. കണ്ടോ, ഇപ്പോൾ തന്നെ ഞാനൊരു 6 കൊമ്പ് മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. നിറയെ പൂവും തരും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവർ ആർത്തലിച്ച് വന്നോളും. ഇപ്പം ശരിക്കും വെയിൽ കാലത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവേണ്ടത്. പക്ഷേ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് പൂക്കൾ നന്നേ കുറയും. കണ്ടോ, ഇവിടെയൊക്കെ ബൊഗൈൻവില്ല പിന്നെയും പൂവിടാൻ തുടങ്ങി. കണ്ടാവും, ഒരു ഫ്ലവറിങ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് തുടങ്ങിയതാണ്. നമ്മുടെ മഹാറ പർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇപ്പോൾ വരുമ്പോൾ നമ്മളൊരു ലൈറ്റ് യെല്ലോ പോലെ തോന്നും, പക്ഷെ അത് വലുതാകെ അതൊരു പർപ്പിളും ഓറഞ്ചൊക്കെ ചേർന്ന കളറാവുന്നുണ്ടോ. ഏകദേശം ഈ കളറ്, ഇതിപ്പോൾ ഇച്ചിരി ഫെയ്ഡായ കളറാണ്, മഹാറയുടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബൊഗൈൻവില്ലയ്ക്കും ഇതേപോലെ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലാണ്, ഇനി ഒരു 2 മാസം ഉണ്ടല്ലോ. അപ്പോൾ മഴ വരാൻ വൈകി കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു പൂക്കാലം കൂടെ ഉണ്ടാവും. അപ്പോൾ ചെറുതായ രീതിയിൽ പ്രൂണിങ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബൊഗൈൻവില്ലയുടെ വെറൈറ്റിയാണ്.
പൂവിടാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ കണ്ടോ, അതിൻ്റെ തുമ്പത്തൊക്കെ കണ്ടോ ഒരു ചെറിയ ചുവപ്പ് കളറൊക്കെ കയറി വരുന്നുണ്ട്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെലസ്റ്റോമ വേര് പിടിപ്പിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ചെടികളൊക്കെ കയറി വരും. നമ്മൾ ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ചെറിയ ഇതൊക്കെ അങ്ങനെ നമുക്ക് എടുത്ത് കളയാം കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ അഡിനിയം മുട്ടിട്ടേക്കുന്നതാണ്. സുന്ദരി അഡിനിയല്ലേ ഇത്. രണ്ട് കൊമ്പുണ്ട് അതിൽ. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തണ്ടെടുത്തിട്ട് നമ്മളൊരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് സക്സസ് ആയി കിട്ടിയ സുന്ദരി കേട്ടോ. കണ്ടോ ആ മഞ്ഞ കളറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പൂവില്ലാത്ത സമയത്ത് നമ്മൾ തണ്ട് കട്ട് ചെയ്ത് കിട്ടുകയാണ്. അതുകൊണ്ട് കളർ നമുക്കറിയില്ല. അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ നമുക്കൊരു സൂപ്പർ സുന്ദരീനെ കിട്ടും. ഇവിടെ കണ്ടോ ജമന്തികൾ ഇതേപോലെ കരിഞ്ഞുണങ്ങി നിൽക്കുവാണ്. അപ്പോൾ പ്രൂണിങ് അത്യാവശ്യമാണല്ലേ. ചെറുതായിട്ട് മുട്ടൊക്കെ കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനി പിടിച്ച് കിട്ടില്ല. അപ്പോൾ നമുക്കതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. എല്ലാവർക്കും അല്ലേ വെള്ളം, അത് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് ഒരു മഴ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലേ ഈ ചെടികളൊക്കെ നല്ല സൂപ്പറായിട്ട് പൊന്തി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിശയം തോന്നും. കാരണം നമ്മൾ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ പോലും അത്രയും ഹെൽത്തി ആയിട്ട് അവർ വരാറില്ല. കണ്ടോ മണി പ്ലാന്റ് ഇത് ഒത്തിരിയായി ഞാൻ മാറ്റി നടണം പറഞ്ഞിട്ടിരിക്കുന്ന മണി പ്ലാന്റാണ്. പക്ഷെ എല്ലാത്തിനും സമയമുണ്ടോ, അതിന് സമയം കിട്ടാറില്ല. ഇത് കണ്ടോ ഇവിടെ ഒരു മണി പ്ലാന്റ് അതിൻ്റെ കൊമ്പ് നട്ടുണ്ടാക്കിയതാണ്. ഇവിടെ കണ്ടോ നമ്മുടെ ബൊഗൈൻവില്ലയുടെ കൊമ്പ് നട്ട് അങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഒരു കൊമ്പായിരുന്നു ശരിക്കും അത് കേട്ടോ. ഞാൻ നശിച്ചു പോയി വിചാരിച്ച, പക്ഷെ അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ഇവിടെ പെറ്റൂണിയൊക്കെ ഇങ്ങനെ സൂപ്പറായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ ജമന്തി ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ബട്ടർ കപ്പ് കണ്ടോ, ഇതിൻ്റെ പൂക്കളിൻ്റെ കളറൊക്കെ കണ്ടോ ഫെയ്ഡായി. പക്ഷേ എനിക്കിത് മുറിച്ച് കളയാൻ തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബൊഗൈൻവില്ലകളിൽ ഒന്നാണ് ബട്ടർ കപ്പ്. കണ്ടോ നല്ല ചന്തത്തിൽ താഴെ മുട്ടി കിടക്കുകയാണ്. നല്ലൊരു പർപ്പിൾ കളറ്, നല്ല പർപ്പിളും റോസൊക്കെ ചേർന്ന ഒരു നല്ല കളറാണ് കേട്ടോ. അപ്പോൾ എനിക്കത് മുറിക്കാനുള്ള വിഷമം കൊണ്ട് മുറിക്കുന്നില്ല. ഇത് സക്കുറയല്ല കേട്ടോ, സാക്കിയാന എന്നെന്തോ ആണ് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ഇത് യെല്ലോ മൊണാലിസ, നല്ല മഞ്ഞ കളറിൽ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ. കണ്ടോ മൊണാലിസയുടെ വേറൊരു കാര്യമുള്ളത് ഇത് കണ്ടോ, ഇത് ശരിക്കും നമ്മൾ കുത്തിയിട്ടതൊന്നും അല്ല കേട്ടോ. കണ്ടോ കുമ്പളങ്ങയാണ് കേട്ടോ. കുത്തിയിട്ടിട്ട് മുളച്ച് വന്നതൊന്നും അല്ല, തന്നെ മുളച്ച് വന്നപ്പോൾ നമ്മൾ ഇത്തിരീശ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ നിലനിർത്തിയതാണ്. പിന്നെ കണ്ടോ ഈ ഇതിൽ വന്നിട്ട് നമ്മുടെ ഇവിടുന്ന് എപ്പോഴും വെള്ളം വീഴുന്ന പൈപ്പിൻ്റെ അവിടുന്ന് വെള്ളം വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇതിന് ഒട്ടും വാട്ടം ഇല്ലാണ്ട് അത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ കുഞ്ഞൻ കുമ്പളങ്ങകൾ ഇവിടെയൊക്കെ ഉണ്ട്. വെയിലാകുമ്പോൾ പിടിച്ച് കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇവിടെ പണിക്ക് വന്നൊരു ചേട്ടൻ പറഞ്ഞു ഈ സമയത്ത് കായ് പിടിച്ച് കിട്ടില്ല എന്ന്. പക്ഷേ 2 എണ്ണം പിടിച്ചിട്ടുണ്ട്. നന്നായി വലുതായി വന്നാൽ നമുക്ക് നല്ല കാര്യമല്ലേ. ഇതാ നമ്മുടെ സപ്പോട്ട കണ്ടോ, നമ്മൾ മുന്നേ നട്ടത് കൃഷിഭവനിൽ കിട്ടിയത് പറഞ്ഞിട്ട് നട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല ഉന്മേഷത്തോടെ വരുന്നുണ്ട് കേട്ടോ. നല്ല ചെറിയൊരു ശിശുവായിരുന്നു, നന്നായി വളർന്ന് വരുന്നുണ്ട് ഉന്മേഷത്തോടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. ബൈ.